ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയലക്ഷ്മി പറയുന്നുണ്ട്, നിൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം മോളെ, നിനക്ക് കിഷോറിന് പ്രതികാരം ചെയ്യണം. അതിന് വേണ്ടിയിട്ടല്ലേ നീ എന്താണ് അവരുടെ രഘുറാം IT സൊല്യൂഷൻ വാങ്ങിച്ചെന്ന് പറയുമ്പോൾ ഇത് പറയുന്നുണ്ട്, മാഡത്തിന് ഞാൻ സമ്മതിച്ചിരിക്കണം, മറ്റുള്ള മനസ്സ് വായിക്കാം, മാഡത്തിന് പ്രത്യേക കഴിവുണ്ട്. അതെ, അവൻ എൻ്റെ കാൽ കീഴിൽ എൻ്റെ ജോലിക്കാരനായിട്ട് ജോലി തുടരണം, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ നമ്മുടെ വിജയലക്ഷ്മി അടുത്ത് പറയുന്നുണ്ട്, ഗീതു ഒരിക്കലും കിഷോർ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഒരു പെണ്ണിനെ തൊട്ടാൽ എങ്ങനെ ഉണ്ടാവും ജീവിതം എന്ന് അവൻ അറിയണം. ഒരു പെണ്ണിനെ തൊട്ടാൽ തീപ്പൊള്ളി പോലെ വെന്തുരുകും അവൻ എന്നവൻ മനസ്സിലാക്കണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, അതിന് നീ ആ കമ്പനി തുടരണമെന്ന് രാധികാമ്മയിൽ തീരുമാനിക്കണത്. ആദ്യം രാധികാമ്മനെ പിടിച്ച് പുറത്താക്കണം, എങ്കിൽ മാത്രമേ നീ പറഞ്ഞ പ്ലാനിങ് ഒക്കെ നടക്കുകയുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നീ ഗോവിന്ദനടുത്ത് സ്നേഹം കാണിക്കണം, പതുക്കെ അവൻ്റെ മനസ്സിൽ ഇടം നേടണം എന്ന് പറയുമ്പോൾ അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല മാഡം എന്ന് പറയുമ്പോൾ, ആര് പറഞ്ഞു നിനക്ക് യോഗ്യതയില്ലെന്ന്? നിനക്ക് ആ യോഗ്യതയുള്ളൂ എന്ന് പറയുമ്പോൾ, മാഡം സത്യം പറ, മാഡം ഒരു ബ്രോക്കറാണോ, കല്യാണ ബ്രോക്കർ എന്ന് പറയുമ്പോൾ, അതെ നിങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു ബ്രോക്കർ ആവാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതുവിനെ ചേർത്ത് പിടിക്കുവാണ് കേട്ടോ. നമ്മുടെ വിജയലക്ഷ്മി തിരിച്ച് വീട്ടിലെത്തുന്ന ഗീതുക്ക് ഒരു ലെറ്റർ വരുവാണ് പോസ്റ്റലായിട്ട്. ഗീതു അത് തുറന്ന് നോക്കുമ്പോഴേക്കും ഡൈവേഴ്സ് നോട്ടീസാണ് കേട്ടോ. അത് കാണുന്ന ഗീതു ആകെ ഞെട്ടിപ്പോവാണ്. കുറച്ച് നേരം അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് കാഞ്ചന ചോദിക്കുന്നുണ്ട്, എന്താ ഗീതു പാപ്പ, എന്താ ലെറ്ററിൽ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും തന്നെ മിണ്ടാണ്ട് ഗീതു കണ്ണ് നിറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. ഗോവിന്ദ് ആ സമയത്ത് സോഫയിൽ വെറുതെ ഇരുന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക കേട്ടോ. ഗീതു ദേഷ്യത്തിൽ തന്നെ ഗോവിന്ദിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അത് നിനക്ക് വായിച്ചു നോക്കിയിട്ട് മനസ്സിലായില്ലേ, എൻ്റെ വക്കീൽ നിനക്ക് അയച്ച ഡൈവേഴ്സ് പേപ്പർ. മര്യാദയ്ക്ക് ഞാൻ നിന്നോട് പറഞ്ഞു ആ ജോയിൻറ്റ് പെറ്റീഷനിൽ സൈൻ ചെയ്യാൻ വേണ്ടി. ജോയിൻറ്റ് പെറ്റീഷനിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ 6 മാസം കൊണ്ട് ഡൈവേഴ്സ് ആയാൻ. ഇതിപ്പോൾ ഡൈവേഴ്സ് ലീഗലായിട്ട് പോവുകയാണെങ്കിൽ വർഷങ്ങൾ സമയമെടുക്കും. എങ്കിൽ ഞാൻ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡൈവേഴ്സ് വേണമെന്ന് എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, നിങ്ങൾ ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോഴേക്കും, ഞാൻ നിന്നെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ എൻ്റെ ഭാര്യയായിട്ട് സംരക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഡൈവേഴ്സ് ചെയ്തേ പറ്റൂ, എനിക്ക് ഡൈവേഴ്സ് കിട്ടണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകും. ചിലപ്പോൾ കോടതിയിൽ നിനക്കെതിരെ പല കാര്യങ്ങളും എനിക്ക് തുറന്നടിക്കേണ്ടി വരും. പക്ഷേ നീ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഉള്ള കാര്യം തന്നെ ഞാൻ തുറന്നു പറയും. അതോടുകൂടി എനിക്ക് ഡൈവേഴ്സ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതുവിൻ്റെ കയ്യിൽ ആ പേപ്പർ കൊടുത്തിട്ട് ഗോവിന്ദ് അവിടെ നിന്ന് പോവാണ്. ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് രാധികാമ്മ വരുവാട്ടോ. നിനക്ക് മതിയായല്ലോ അല്ലേ, ഞാൻ മര്യാദക്ക് പറഞ്ഞില്ല നിൻ്റെ അടുത്ത് ഡൈവേഴ്സ് മേടിച്ച് പോവാൻ നോക്കാനായിട്ട്. മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഞാൻ ഗോവിന്ദിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് തന്നാനല്ലോ, അതൊന്നും നിനക്ക് പറ്റില്ല. നിനക്കപ്പോൾ റാണിയായിട്ട് ഇവിടെ വാഴണം എല്ലേടി, നിന്നെ ഒരിക്കലും അവനെ ആക്സെപ്റ്റ് ചെയ്യില്ലടി. കാരണം എന്താണെന്നറിയാവോ, നീ ഒരു വൃത്തികെട്ട പെണ്ണാണ്, അതായത് ദൂഷ്യ സ്വഭാവമുള്ള പെണ്ണാണ്. അങ്ങനത്തെ പെണ്ണുങ്ങളെ ആര് സ്വീകരിക്കാനാ? ഭർത്താവേക്ക് കാമുവിൻ്റെ കൂടെ ഒളിച്ചോടി പോയവളല്ലേടി നീ, കാമുവിൻ്റെ കൂടെ ഒരു ദിവസം താമസിച്ചവളല്ലേടി നീ. നിന്നെ പോലത്തെ ഒരു പെണ്ണിനെ ഒരു ഭർത്താക്കന്മാരും സ്വീകരിക്കില്ലടി. കോടതിയിലെ എൻ്റെ കണ്ണൻ ഇതൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അവൻ ആ സ്പോട്ടിൽ തന്നെ ഡൈവേഴ്സ് കിട്ടും. ഏത് കോടതിയാടി സ്വഭാവ ദൂഷ്യമുള്ള പെണ്ണിനെ ഏറ്റെടുക്കാൻ വേണ്ടി ഭർത്താവിനോട് പറയണത്? ഒരിക്കലും പറയില്ല. അതുകൊണ്ട് തന്നെ നീ എന്തായാലും പുറത്താകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് നഷ്ടപരിഹാരം എന്താ വേണ്ടത് എത്രയും പെട്ടെന്ന് പോവാൻ നോക്ക്, അല്ലെങ്കിൽ നിനക്കിവിടെ വിഷമിച്ച് കോടതിയിൽ നിന്ന് നാണം കെട്ടി നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് രാധികാമ്മ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം നമ്മുടെ ഗീതു ആ ഡൈവേഴ്സ് പേപ്പറിൽ വീണ്ടും നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഗീതു അവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ വിജയലക്ഷ്മി മേഡത്തിൻ്റെ അടുത്തേക്കാണ്. വിജയലക്ഷ്മി മേഡത്തിന് ആ ഡൈവേഴ്സ് പേപ്പർ കാണിക്കുകയാണ്. അത് വായിക്കണ വിജയലക്ഷ്മി ചെറുതായിട്ടൊന്ന് നെട്ടുന്നുണ്ട് കേട്ടോ. ഗീതുക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഗീതു പറയുന്നുണ്ട്, ഗോവിന്ദ് സാർ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ അറിഞ്ഞേയില്ല എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, അവൻ പിന്നെ എങ്ങനത്തെ തീരുമാനം എടുക്കുമെന്നാണ് നീ വിചാരിച്ചത്? നീ എന്തിനാ ഇവിടെ വന്നത്? അവൻ്റെ ജീവൻ രക്ഷിക്കാനും അവൻ്റെ കുടുംബത്തിലുള്ള അവൻ്റെ അമ്മയും വരുണും തന്നെ, അവൻ്റെ വളർത്തമ്മയും വരുണും തന്നെ അവനെ കൊല്ലാൻ നോക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ല നീ നിൽക്കണത്. അതിന് ഈ ഡൈവേഴ്സ് പേപ്പർ ഒരു കാരണമാണോ? ഇതൊക്കെ ജസ്റ്റ് ഒരു പേപ്പർ, അത് മാത്രമായിട്ട് നീ കണക്കിലെടുക്കാൻ പാടുള്ളൂ ഗീതു. ഇതിലിപ്പോൾ ഒരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് ഇത്ര ദിവസത്തിനുള്ളിൽ വേണ്ടി ഡൈവേഴ്സിൽ ഒപ്പിട്ടാൽ മതിയെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും ദിവസം നിൻ്റെ മുമ്പിൽ സമയമുണ്ട്. ആ ദിവസത്തിനുള്ളിൽ തന്നെ നീ ഗോവിന്ദനെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കണം. കൂടെ നിൽക്കണവർ തന്നെയാണ് അവനെ ചതിക്കാൻ നോക്കണമെന്ന്. പക്ഷേ മാഡം ഞാൻ എങ്ങനെ, ഗോവിന്ദ് സാർ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും തയ്യാറല്ല എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയണ്ടേ, എടി പുട്ടിനെ തേങ്ങാപ്പീര പോലെ നീ ഇടയ്ക്കിടയ്ക്ക് സ്നേഹം കാണിക്കണം അവരുടെ അടുത്ത്, അവൻ്റെ ഭാര്യയായിട്ട് നീ തന്നെ തുടരണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക കേട്ടോ. അതിനുശേഷം അതെല്ലാം കേട്ടുകൊണ്ട് ഗീതു തിരിച്ച് അറക്കൽ തറവാട്ടിലേക്ക് പോകുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ഗീതുവിൻ്റെ പെട്ടിയും ബാഗൊക്കെ പുറത്തിരിക്കുക കേട്ടോ. അത് കാണുന്ന ഗീതുവിനെ നോക്കിക്കൊണ്ടിരിക്കും
ചോദിക്കുമ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് കാഞ്ചന എടുത്ത് പുറത്ത് വെച്ചതാ എന്ന് പറയുമ്പോൾ കാഞ്ചന വരുന്നുണ്ട്. ഗീതു പാപ്പ എന്നോട് ക്ഷമിക്കണം, രാധികാമ്മ പറഞ്ഞു പുറത്ത് വെച്ചതാ എന്ന് പറയുകയാണ്. അത് കേട്ടുകൊണ്ട് രാധികാമ്മയും വരുണും പുച്ഛിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട് ദേ നോക്ക് നീ പോവാൻ നോക്ക് ഇവിടെ നിന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ പോകാനുള്ള ആളൊന്നുമല്ല ഞാൻ, എന്നെ ഒക്കെ താലി കെട്ടിട്ടാണ് ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് എൻ്റെ ചേട്ടനാ ഇനി നിന്നെ വേണ്ട. എന്താ അത് ചേട്ടൻ തന്നെ നിൻ്റെ മുമ്പിൽ വന്ന് പറയണോ ഇനി എന്ന് പറയാണ്. എന്തായാലും നിന്നെ ഒരിക്കലും ചേട്ടൻ അംഗീകരിക്കില്ല, ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്കടി എന്ന് പറയുന്നിടത്താണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.